ഹായ്, എല്ലാവർക്കും ജെസ്സിസ് ഹെവൻ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ലോകമെമ്പാടും ദുഃഖവെള്ളി ആചരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും പാപപരിഹാരത്തിന് വേണ്ടി കുരിശിൽ മരിച്ച യേശുവിനെ ഓർക്കുന്ന ദിവസം. ഇന്ന് 6:30 പള്ളിയിൽ നിന്ന് കുരിശിൻ്റെ വഴി അവര് കാണിക്കൽ എല്ലാം ഇന്ന് നടക്കുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ നമുക്ക് കാലാവസ്ഥ മഴയാണ്. അപ്പോൾ മഴയാണെങ്കിൽ മിക്കവാറും റോഡിൽ കൂടെ ആയിരുന്നു ഇവിടെ ആചരിച്ചുകൊണ്ടിരുന്നത്. എല്ലാ വർഷവും തന്നെ റിയലായിട്ടാണ് ഇവിടെ മാതാപിതാക്കളും യൂത്തുകാരും കുട്ടികളും എല്ലാവരും ചേർന്ന് നിന്ന് റിയലായിട്ടായിരുന്നു ഇവിടെ 14 സ്ഥലം അവർ നമുക്ക് ഹൃദയത്തിൽ തട്ടുന്ന രീതിയിൽ നമുക്ക് അവതരിപ്പിക്കുമായിരുന്നു. ഈ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ്. പക്ഷേ മഴയായത് കാരണം മിക്കവാറും ഓഡിറ്റോറിയത്തിലായിരിക്കും പീഡാസഹനം. നമുക്ക് ദുഃഖത്തോടുകൂടെ പശ്ചാത്താപത്തോടുകൂടെ നമുക്ക് ദുഃഖവെള്ളി ആചരണത്തിൽ നമുക്കെല്ലാവർക്കും പങ്കുകൊള്ളാം. വിജയം നിത്യനായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുവാൻ തിരുമനസ്സായ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. സ്നേഹത്തിനു വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. പീലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽത്താ വരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു. കണ്ണുനീരിന്റെയും രക്തത്തിന്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങേ അനുഗമിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിൽ ഇടുങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവേ, ജീവിതത്തിന്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മരണത്തിനായി വിധിച്ചു കരയറ്റ ദൈവത്തിൻ കുഞ്ഞാടിനെ കവരാളിയായി വിധിച്ചു കൽവർഷം കലരാത്ത കർത്താവിനെ അറിയാത്ത കുറ്റങ്ങൾ നിരയായി ചുമത്തി പരിശുദ്ധനായ നിന്നിൽ കൈവല്യവാനായി കാരുണ്യം കൈക്കൊണ്ടു കഥനത്തിലാർത്തി നിന്നെ അവസാന വിധിയിൽ നീ അറിവാർന്നു ഞങ്ങൾക്ക് അരുളേണമേ ഭാഗ്യം. ഒന്നാം സ്ഥലം, ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കൊണ്ടിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ മിശിഹ ലോകത്തെ ശേഷിച്ചു. മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരത്തിനുള്ള ബലി ആരംഭിച്ചു കഴിഞ്ഞു. ഈശോ പീലാത്തോസിന്റെ മുൻപിൽ നിൽക്കുന്നു. അവിടുത്തെ ഒന്ന് നോക്കുക. ചമ്മട്ടിയടിയേറ്റ ശരീരം
രക്തത്തിലൊട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ, തലയിൽ മുൾമുടി, ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ, ക്ഷീണിച്ചു വിറയ്ക്കുന്ന കാലുകൾ, ദാഹിച്ചു വരണ്ട നാവ്, ഉണങ്ങിയ ചുണ്ടുകൾ. പീലാത്തോസ് വിധിവാചകം ഉച്ചരിക്കുന്നു. കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു. എങ്കിലും അവിടുന്ന് എല്ലാം നിശബ്ദമായി സഹിക്കുന്നു. വിധിക്കുവാൻ അർഹതയില്ലാത്ത ഞങ്ങൾ മറ്റുള്ളവരെ ഒന്നും മനസ്സിലാക്കാൻ പോലും ശ്രമിക്കാതെ അവരെ വിധിക്കുകയും വിധിക്കാൻ കൂട്ടുനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ നിശബ്ദതയും നിസ്സഹായതയും കണ്ണുനീരും നിന്നോടുള്ള അവരുടെ പ്രാർത്ഥനകളായിരുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് എന്ന് പഠിപ്പിച്ച കർത്താവെ, ജീവിതത്തിൽ ഇന്നോളം ഉന്നയിച്ചിട്ടുള്ള ഓരോ വിധിവാചകങ്ങളും നിന്റെ വിധിവാചകങ്ങളോട് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. ഞങ്ങൾ തെറ്റിദ്ധരിച്ചവരോട്, നിർദ്ദയമായി വിമർശിച്ചവരോട്, കുറ്റക്കാരായി വിധിച്ചവരോട് ഈ കാൽവരി യാത്രയിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്. ഞങ്ങളെ നിഷ്കരണം വേദനിപ്പിച്ചവരോട് ഞങ്ങൾ നിരുപാധികം ക്ഷമിക്കുന്നു. മറ്റുള്ളവർക്ക് കഴിയുന്നത്ര നന്മകൾ ചെയ്ത് അന്തിമ വിധിയാളന്റെ മുന്നിൽ വിശ്വസ്തയോടെ നിൽക്കുവാനുള്ള കരുണയ്ക്കായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുകൊണ്ടിരിക്കണമേ. ലോകത്തിൽ വിരകൾ ചുമന്നിടുന്നു, നീങ്ങുന്നു ദിവ്യനാഥൻ നിന്ദനം നിറയും നീരത്തിലൂടെ. എൻ ജനമേ ചൊല്ലുക, ഞാനെന്തു ചെയ്തു കുരിശിന്റെ തോളിലേറ്റാ തുളുമ്പുന്ന നാട്ടിൽ ഞാൻ നിങ്ങളുടെ ആശയോടയച്ചു. എന്റെ നിങ്ങൾ എല്ലാവരും നിന്റെ ആത്മാവിനാദംഗമേറ്റി. രണ്ടാം സ്ഥലം ഈശോ മിശിഹ കുരിശ് ചുമക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധനായ ലോകത്തെ വേണ്ടി രക്ഷിക്കുന്നു. ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് അവിടുന്ന് മുന്നോട്ട് നീങ്ങുന്നു. ഈശോയുടെ ചുറ്റും നോക്കുക, സ്നേഹിതന്മാർ ആരുമില്ല. യൂദാസ് അവിടുത്തെ ഊറ്റിക്കൊടുത്തു. പത്രോസ് അവിടുത്തെ പരിത്യജിച്ചു. മറ്റു ശിഷ്യന്മാർ ഓടി വിളിച്ചു. അവിടുത്തെ അത്ഭുത വൃത്തികൾ കണ്ടവരും അവയുടെ ഫലം അനുഭവിച്ചവരും ഇപ്പോൾ ഇവിടെ. ഓശാന പാടി എതിരേറ്റവരും ഇന്ന് നിശബ്ദരായിരിക്കുന്നു. ഈശോയെ സഹായിക്കുവാനോ ഒരാശ്വാസവാക്ക് പറയുവാനോ അവിടെ ആരുമില്ല. എൻ്റെ പാപങ്ങളായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. പലരുടെയും ജീവിതത്തിൽ താങ്ങാകേണ്ടതിന് പകരം അവർക്ക് ഭാരമേറിയ കുരിശുകളായി
കുരിശുകളായി തീർന്ന നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ മനസ്തപിക്കുന്നു. വേദനിക്കുന്നവരെയും ഭാരം വഹിക്കുന്നവരെയും ഒറ്റപ്പെടുത്താതെ കുറ്റപ്പെടുത്താതെ കൂടെ നിർത്താൻ ഇനിയുള്ള ജീവിതത്തിൽ നമുക്കാവട്ടെ. ജീവിതത്തിൽ കുരിശുകൾ ചുമക്കേണ്ടി വരുമ്പോൾ പരാതി കൂടാതെ, പതരാതെ, തളരാതെ സ്വന്തം കുരിശുകളുമായി നീണമണിഞ്ഞവൻ്റെ കാൽപ്പാടുകളെ നമുക്ക് പിന്തുടരാം. രക്ഷകനെ തറച്ച രക്ഷയുടെ അടയാളത്തെ അഭിമാനത്തോടെ സ്നേഹത്തോടെ നമുക്കും വഹിക്കാം. നസ്രായനായ ദൈവമേ, ഓരോ കുരിശുകളെയും നിത്യജീവന്റെ കിരീടത്തിനുള്ള വിലയായി അങ്ങ് ഏറ്റെടുക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധമാതാവേ, ക്രിസ്തുവിനായി കർത്താവിന്റെ കരുണ ഞങ്ങൾക്ക് ദൈവത്തെ സഞ്ചരിക്കണമേ. കുരിശിൻ കനത്ത ഭാരം താങ്ങുവാൻ കഴിയാതെ ലോകനാഥൻ പാദങ്ങൾ കതറി വീണു, കല്ലുകൾ നിറയും പേരുവ. മൂന്നാം സ്ഥലം ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധനായ ലോകത്തെ വേണ്ടി രക്ഷിച്ചു. കല്ലുകൾ നിറഞ്ഞ വഴി, ഭാരമുള്ള കുരിശ്, ക്ഷീണിച്ച ശരീരം, വിറയ്ക്കുന്ന കാലുകൾ. അവിടുന്ന് മുഖം കുത്തി നിലത്ത് വീഴുന്നു. മുട്ടുകൾ പൊട്ടി രക്തമൊലിക്കുന്നു. യൂതന്മാർ അവിടുത്തെ പരിഹസിക്കുന്നു. പട്ടാളക്കാർ അടിക്കുന്നു. ജനക്കൂട്ടം ആർത്തു വിളിക്കുന്നു. അവിടുന്ന് മിണ്ടുന്നില്ല. നിത്യനായ കർത്താവേ, ജീവിതത്തിൻ്റെ കല്ലുകൾ നിറഞ്ഞ വഴിയിൽ കാലിടറി വീണുപോയവൻ്റെ വേദനകൾ അങ്ങേക്കാളും മറ്റാർക്കാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? പാപത്തിൻ്റെ കൂർത്ത കല്ലുകളിൽ തട്ടി വീഴാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും പാപഭാരത്താൽ വീണ്ടും വീണ്ടും ഞങ്ങൾ തളർന്നു വീഴുകയാണ്. ചുറ്റുമുള്ളവരുടെ പരിഹാസ വാക്കുകളും കുറ്റപ്പെടുത്തലുകളും ഞങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുമ്പോഴും അവയെല്ലാം സമചിത്തതയോടെ സഹിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കുമ്പസാരം കൂട്ടിലൊഴുക്കിയ ഓരോ കണ്ണുനീർത്തുള്ളിയും എണ്ണിയ കർത്താവേ, ഇനിയുള്ള ജീവിതത്തിൽ വീണുപോകാതെ നിന്റെ വിരൽത്തുമ്പ് പിടിച്ച് യാത്ര തുടരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വീണുപോയാൽ അകന്നതിനേക്കാൾ 1000 മടങ്ങ് സ്നേഹത്തോടെ മടങ്ങി വന്ന് അങ്ങയോടൊന്നാവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധമാതാവേ, ക്രിസ്തുവിനായ കർത്താവിന്റെ കരുണ എൻ്റെ ഹൃദയത്തെ സഞ്ചരിക്കണമേ. വഴിയിൽ കരഞ്ഞു വന്നു, ഞങ്ങളെ കരയിൽ തിരിഞ്ഞു നോക്കി. സ്വർഗീയ കാന്തി ചിന്തും മിഴികളിൽ പൂരമ്പു താടിയിറങ്ങി. ആരോടു നിന്നെ ഞാൻ
സ്ഥലം ഈശോ മിശിഹ തൻ്റെ മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേക്കുറിച്ച് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെ രക്ഷിച്ചു. കുരിശ് യാത്ര മുന്നോട്ട് നീങ്ങുന്നു. ഇടയ്ക്ക് സങ്കടകരമായ ഒരു കൂടിക്കാഴ്ച. അവിടുത്തെ മാതാവ് ഓടിയെത്തുന്നു. അവർ പരസ്പരം നോക്കി. കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ, വേങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ. അമ്മയും മകനും സംസാരിക്കുന്നില്ല. മകൻ്റെ വേദന അമ്മയുടെ ഹൃദയം തകർക്കുന്നു. അമ്മയുടെ വേദന മകൻ്റെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു. 40-ാം ദിവസം ഉണ്ണിയെ ദേവാലയത്തിൽ കാഴ്ചവെച്ച സംഭവം മാതാവിൻ്റെ ഓർമ്മയിൽ വന്നു. നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കും എന്ന് പരിശുദ്ധനായ ശിമയോൻ അന്ന് പ്രവചിച്ചു. കുരിശ് യാത്രയിലെ ഏറ്റവും സങ്കടകരമായ കൂടിക്കാഴ്ച. നിസ്സഹായതയുടെ നിമിഷങ്ങളിലും സ്വർഗീയ രഹസ്യങ്ങൾ പൂർത്തിയാക്കാൻ ഹൃദയം പറിച്ചുകൊടുത്ത പരിശുദ്ധയമ്മേ, മകന്റെ കണ്ണുകളിൽ നോക്കി നീ പകർന്ന ധൈര്യം ജീവിതത്തിലെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് പകർന്നു തരണമേ. മക്കളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആകുലതകളും ആശങ്കകളും അമ്മേ, നിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്നു. പുത്രദർശനത്തിൽ നിന്നോ ഒരണവിട മാറാതെ നിൽക്കുന്ന പരിശുദ്ധ അമ്മേ, നിന്റെ മകനോട് ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി നീ മാധ്യസ്ഥം യാചിക്കണമേ. സങ്കടങ്ങളെയും പ്രയാസങ്ങളെയും പരാതി കൂടാതെ സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കുരിശുകളെ മഹത്വമാക്കുന്ന അമ്മയുടെ വത്സലപുത്രന്റെ സന്നിധിയിൽ എത്തുന്ന നാൾ വരെ അമ്മേ, കണ്ണു ചിമ്മാതെ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധനായ ക്രൂശിതനായ കർത്താവിന്റെ മുന്നിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. അഞ്ചാം സ്ഥലം ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെ രക്ഷിച്ചു. ഈശോ വളരെയധികം തളർന്നു കഴിഞ്ഞു. ഇനി കുരിശോടുകൂടി മുന്നോട്ട് നീങ്ങുവാൻ ശക്തനല്ല. അവിടുന്ന് വഴിയിൽ വെച്ച് തന്നെ മരിച്ചു പോയേക്കുമെന്ന് യൂതന്മാർ ഭയന്നു. അപ്പോൾ ശിമയോൻ എന്നൊരാൾ വയലിൽ നിന്ന് വരുന്നത് അവർ കണ്ടു. കൗരിയൻകാരനായ ആ മനുഷ്യൻ അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായിരുന്നു. അവിടുത്തെ കുരിശ് ചുമക്കുവാൻ അവർ അയാളെ നിർബന്ധിച്ചു. അവർക്ക് ഈശോയോട് സഹതാപം തോന്നിയിട്ടല്ല, ജീവനോടെ അവിടുത്തെ കുരിശിൽ തറയ്ക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു.
നിർബന്ധപൂർവ്വം കുരിശു ചുമക്കേണ്ടി വന്ന ശിമയോനെ പോലെ ജീവിതത്തിൽ പലപ്പോഴും കുരിശുകൾ ഏറ്റെടുക്കാൻ ഞങ്ങളും നിർബന്ധിതരാകാറുണ്ട്. കുരിശിൻ്റെ ഭാരത്തെക്കാളും കുരിശും വഹിച്ചുകൊണ്ടുള്ള ഏകാന്ത യാത്രയാണ് ഞങ്ങളെ കൂടുതൽ വേദനിപ്പിക്കുന്നത്. ഈ കാൽവരി യാത്രയിൽ അങ്ങ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട്. എത്ര ഭാരമേറിയ കുരിശുകളാണ് വഹിക്കുന്നതെങ്കിലും ആ കുരിശിൻ്റെ ഓരത്ത് നമ്മൾ കാണാതെ കുരിശിനെ താങ്ങി നിർത്തുന്ന രണ്ട് കരങ്ങളുണ്ട് എന്ന യാഥാർത്ഥ്യം. നിലവിട്ട് നമ്മൾ വീഴാൻ പോകുന്നതിൻ്റെ നൊടി നേരം മുന്നേ കഴുകൻ തൻ്റെ കുഞ്ഞിനെ റാഞ്ചിയെടുക്കുന്നതിലും വേഗത്തിൽ നമ്മളെ നമ്മുടെ കുരിശോട് ചേർത്ത് തോളേറ്റാൻ ശക്തനായവൻ്റെ കൂടെയാണ് നമ്മുടെ കാൽവരി യാത്ര മുന്നോട്ട് നീങ്ങുന്നത് എന്ന സത്യം. സ്വന്തം കുരിശുകൾ സന്തോഷത്തോടെ വഹിക്കാനും ശിമയോനെ പോലെ കഴിയും വിധം മറ്റുള്ളവരെ സഹായിക്കാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങനെ അങ്ങയുടെ പീഡാനുഭവം ഞങ്ങളിലൂടെ പൂർത്തിയാകട്ടെ. കർത്താവെ അനുഗ്രഹിക്കണമേ. വാടിത്തളർന്നു മുഖം നാഥന്റെ കണ്ണുകൾ താഴുമങ്ങേ വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഭക്തയായ വെറോനിക്ക മിശിഹായെ കാണുന്നു. അവളുടെ ഹൃദയം സഹതാപത്താൽ നിറഞ്ഞു. അവൾക്ക് അവിടുത്തെ ആശ്വസിപ്പിക്കണം. പട്ടാളക്കാരുടെ മധ്യത്തിലൂടെ അവൾ ഈശോയെ സമീപിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. പരമാർത്ഥ ഹൃദയം അവിടുത്തെ കാണും. അങ്ങിൽ ശരണപ്പെടുന്നവരാരും നിരാശരാകുകയില്ല. അവൾ ഭക്തിപൂർവ്വം തൻ്റെ തുവാലയെടുത്തു. രക്തം പുരണ്ട മുഖം വിനയപൂർവ്വം തുടർന്നു. ഇല്ലാതിരുന്നിട്ടും പ്രതിബന്ധങ്ങളുടെ നടുവിലും നിർഭയയായി അങ്ങയെ തേടി വന്ന വെറോനിക്കയെ പോലെ ഈശോയെ നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ ഞങ്ങളും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപമാനങ്ങളും കളിയാക്കലുകളും ഭയന്ന് നിനക്ക് സാക്ഷ്യം വഹിക്കുവാൻ മടിച്ച ഓരോ നിമിഷത്തെയും ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. വെറോനിക്കയുടെ സാമീപ്യം അങ്ങയെ ഒരുപാട് ആശ്വസിപ്പിച്ചതുപോലെ ഞങ്ങളും അങ്ങയെ ആശ്വസിപ്പിക്കുവാൻ അങ്ങ് ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ പറയുന്നു. നാഥ, ഇനിയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ നിർഭയരായ നിനക്ക് സാക്ഷി നൽകാൻ ഞങ്ങൾക്ക് ശക്തി പകരണമേ. അങ്ങയുടെ ശോഭയാർന്ന തിരുമുഖം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മായാതിരിക്കട്ടെ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഈശോ മിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോ ബലഹീനനായി വീണ്ടും നിലത്ത് വീഴുന്നു. മുറിവുകളിൽ നിന്ന് രക്തമൊഴുകുന്നു.
ശരീരമാകെ വേദനിക്കുന്നു. ഞാൻ പൂഴിയിൽ വീണുപോയി, എൻ്റെ ആത്മാവ് ദുഃഖിച്ചു തളർന്നു. മറ്റുള്ളവർ പരിഹസിക്കുന്നു, അവിടുന്ന് അതൊന്നും ഗണ്യമാക്കുന്നില്ല. എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ലാതെ അവിടുന്ന് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. പാപഭാരത്താൽ വീണ്ടും വീണ്ടും പോയ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾക്ക് ഇത്രയേറെ ഭാരമുണ്ടായിരുന്നുവെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഭാരം വഹിക്കേണ്ടി വരുന്നവരെയും വീണുപോയവരെയും കണ്ടിട്ടും കാണാതെ കടന്നുപോയ നിമിഷങ്ങളോട് ഞങ്ങൾ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. നിത്യനായ ദൈവമേ, ഞങ്ങളുടെ സ്വാർത്ഥത മൂലം പലപ്പോഴും ചെയ്യാൻ കഴിയുമായിരുന്ന നന്മകൾ ചെയ്യാതെയും ചെയ്യിക്കാതെയും നന്മ ചെയ്യാൻ നീ തന്ന അവസരങ്ങൾ നിഷേധിച്ചത് പാപമായിരുന്നെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ജീവിതഭാരത്താൽ തളർന്നു വീഴുന്നവരെയും എഴുന്നേൽക്കാൻ കഴിയില്ലാതെ വലിയുന്നവരെയും താങ്ങിയെടുക്കുവാനും കൂടെ നിർത്തുവാനുമുള്ള സന്മനസ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഈശോ മിശിഹ ഓസ്ലം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഓർസ്ലേത്തിന്റെ രീതികൾ ശബ്ദയാത്രമായി പതിവില്ലാത്ത ബഹളം കേട്ട് സ്ത്രീജനങ്ങൾ വഴിയിലേക്ക് വരുന്നു. അവർക്ക് സുപരിചിതനായ ഈശോ കൊലക്കടത്തിലേക്ക് നയിക്കപ്പെടുന്നു. അവിടുത്തെ പേരിൽ അവർക്ക് അനുകമ്പ തോന്നി. ഓശാന ഞായറാഴ്ചത്തെ ഘോഷയാത്ര അവരുടെ ഓർമ്മയിൽ വന്നു. സൈനിക കൊമ്പുകളും ജയിലുകളും അവർ കണ്ണീര് വാർത്ത കരഞ്ഞു. അവരുടെ സഹതാപപ്രകടനം അവിടുത്തെ ആശ്വസിപ്പിച്ചു. അവിടുന്ന് അവരോട് പറയുന്നു, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഓർസ്ലേം ആക്രമിക്കപ്പെടും. അവരും അവരുടെ കുട്ടികളും പട്ടിണികൾ മരിക്കും. ആ സംഭവം അവിടുന്ന് പ്രവചിക്കുകയായിരുന്നു. അവിടുന്ന് സ്വയം പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. സ്വന്തം ക്ലേശങ്ങൾക്ക് മുമ്പിൽ മറ്റുള്ളവരുടെ സഹനങ്ങൾ ഞങ്ങൾക്ക് എന്നും നിസ്സാരങ്ങളായിരുന്നു. അവരുടെ ജീവിതത്തിൽ സങ്കടങ്ങളുടെ പെരുമഴ പെയ്തിറങ്ങുമ്പോഴും ഞങ്ങൾക്ക് കിട്ടാതെ പോയ സന്തോഷങ്ങളെക്കുറിച്ചായിരുന്നു ഞങ്ങൾ സങ്കടപ്പെട്ടത്. എൻ്റെ ദൈവമേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു 1000 വട്ടം ഏറ്റു പറഞ്ഞാലും കാണപ്പെടുന്ന സഹോദരൻ്റെ വേദന മനസ്സിലാക്കുന്നില്ലെങ്കിൽ എൻ്റെ ക്രിസ്തീയ ജീവിതം എത്രയോ ഫലശൂന്യമാണ്. പീഡകളുടെ പാരമ്യത്തിലും കൂടെ നിൽക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ, ഞങ്ങളെപ്പോലെ ഞങ്ങളുടെ സഹോദരങ്ങളെ സ്നേഹിക്കാനുള്ള കൃപ ഈ കാൽവരി യാത്രയിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മൂന്നാം പ്രാവശ്യം വീഴുന്നു. എന്തുകൊണ്ട് ലോകത്തെ രക്ഷിച്ചു. മുന്നോട്ട് നീങ്ങുവാൻ അവിടത്തേക്ക് ഇനി ശക്തിയില്ല. രക്തമെല്ലാം തീരാറായി. തലകറങ്ങുന്നു, ശരീരം വിറയ്ക്കുന്നു. അവിടുന്ന് ദാ ദിനം പതിക്കുന്നു. സ്വയം എഴുന്നേൽക്കുവാൻ ശക്തിയില്ല. ശത്രുക്കൾ
അവിടുത്തെ വലിച്ചെഴുന്നേൽപ്പിക്കുന്നു. ബലി പൂർത്തിയാകുവാൻ ഇനി വളരെ സമയമില്ല. അവിടുന്ന് നടക്കുവാൻ ശ്രമിക്കുന്നു. നീ പീഡിപ്പിക്കുന്ന ഈശോയാകുന്നു ഞാൻ എന്ന് ശാഖയിനോട് അരുളി ചെയ്ത വാക്കുകൾ ഇപ്പോൾ നമ്മെ നോക്കി അവിടെ നിത്യനായ ദൈവമേ, ഞങ്ങൾക്ക് രക്ഷ തേടി തരാൻ നീ വീണത് 300 പ്രാവശ്യമല്ല. എണ്ണിയാൽ ഒതുങ്ങാത്ത നൊമ്പരങ്ങൾ ഏറ്റെടുത്ത ഈശോയെ, ഇത്രയേറെ പീഡകൾ സഹിച്ച് സ്വന്തമാക്കാൻ എന്ത് യോഗ്യതയാണ് ഞങ്ങൾക്കുള്ളത്? കൂടെ നടത്തിയിട്ടും ഒറ്റിക്കൊടുക്കാനും വഞ്ചിക്കാനും തള്ളിപ്പറയാനും വേദനിപ്പിക്കാനും മാത്രമല്ലേ ഞങ്ങൾ ശ്രമിച്ചിരുന്നത്? നിന്നെ ഒന്ന് മനസ്സിലാക്കാൻ, ഒന്ന് തിരിച്ചറിയാൻ ഞങ്ങൾക്ക് പറ്റിയില്ലല്ലോ കർത്താവേ. ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് മനസ്തപിച്ച് ഒരു ചെറിയ പാപം കൊണ്ട് പോലും ഇനിയും അങ്ങയെ വേദനിപ്പിക്കാൻ ഞങ്ങൾക്കിടവരുത്തരുതേ. എന്തെന്നാൽ ഞങ്ങളുടെ ജീവിതം ഇനി എത്ര നീളുമെന്ന് ഞങ്ങൾ കറിഞ്ഞുകൂടാം. ആർക്കും വേല ചെയ്യാൻ കഴിയാത്ത രാത്രികാലം അടുത്തു വരികയാണല്ലോ. കർത്താവെ അനുഗ്രഹിക്കണമേ. ദിവ്യരക്ഷയുടെ വസ്ത്രങ്ങൾ ഉയർന്നെടുക്കുന്നു. ഗാബുൽത്താവിലെത്തിയപ്പോൾ അവർ അവിടത്തേക്ക് വേറെ കടത്തിൽ വീടുകൊടുത്തു. എന്നാൽ അവിടുന്ന് അത് സ്വീകരിച്ചില്ല. അവിടുത്തെ വസ്ത്രങ്ങൾ 4 ഭാഗിച്ച് ഓരോരുത്തർ ഓരോ ഭാഗം എടുക്കുകയും ചെയ്തു. വേലങ്ങി തയ്യൽ കൂടാതെ നെയ്യപ്പെട്ടതായിരുന്നു. അത് ആർക്ക് ലഭിക്കണമെന്ന് ചുറ്റിയിട്ട് തീരുമാനിക്കാം എന്ന് അവർ പരസ്പരം പറഞ്ഞു. എൻ്റെ വസ്ത്രങ്ങൾ അവർ വാങ്ങിച്ചെടുത്തു. എൻ്റെ വേലങ്ങയ്ക്ക് വേണ്ടി അവർ ചുറ്റുവിട്ടു. എന്നോട് തിരുവെടുത്ത് അങ്ങനെ അന്വേഷിക്കണം. ശരീരത്തിൻ്റെ നഗ്നതകൾ മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിൽ, സമൂഹത്തിൽ, ഇടവകയിൽ, സഭയിൽ അങ്ങനെ നീളുന്നു. പൊതിഞ്ഞു പിടിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിട്ടും ലോകത്തിന് മുന്നിൽ സ്വന്തം അമ്മയായ സഭയുടെ നഗ്നത മറച്ചു പിടിക്കാൻ കഴിയാതെ പോയ മനുഷ്യനും വഴിക്കവലകളിലും വാർത്താ മാധ്യമങ്ങളിലും ഇരുന്ന് വിലയിരുത്തേണ്ടതായിരുന്നല്ലോ നമ്മുടെ അമ്മയുടെ അന്തസ്. മറ്റുള്ളവരുടെ സ്വകാര്യതകളിലേക്കും കുറവുകളിലേക്കും നോക്കാതെ സ്വന്തം തെറ്റുകൾ തിരിച്ചറിഞ്ഞ് തിരുത്താനും മറ്റുള്ളവരുടെ സ്വകാര്യതയെ ബഹുമാനിക്കാനും നല്ലവനായ ഈശോ നമ്മളെ സഹായിക്കട്ടെ. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ആകാശത്തിനും ഭൂമിക്കും മധ്യേ നഗ്നനായി കുരിശിൽ തറയ്ക്കപ്പെട്ട ഈശോയെ, പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരുക്കി മാറ്റി അങ്ങയെ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഈശോ മിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ശിക്ഷിച്ചു. ഈശോയെ കുരിശിൽ കിടത്തി കൈകളിലും കാലുകളിലും അവർ ആണി തറയ്ക്കുന്നു. ആണിപ്പടികളിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടുന്നു. ഉഗ്രമായ വേദന, മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ദുസ്സഹമായ പീഡകൾ. എങ്കിലും അവിടുത്തെ അധരങ്ങളിൽ പരാതിയില്ല, കണ്ണുകളിൽ നൈരാശ്യമില്ല. പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു.
എന്നും അവർ ശ്രമിച്ചിട്ടുള്ളൂ. ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വിപരീതമായി നിന്നവരെ കുരിശിൽ തറയ്ക്കാനും കുറ്റപ്പെടുത്താനും ഞങ്ങൾ കൂട്ടുനിന്നിട്ടുണ്ട്. ലോകമോഹങ്ങൾക്ക് വേണ്ടി ആത്മീയ ജീവിതം ബലി കൊടുക്കേണ്ടി വന്നപ്പോൾ ദൈവമേ, ഞങ്ങൾ തള്ളിക്കളഞ്ഞതും തള്ളിപ്പറഞ്ഞതും നിന്റെ ഈ സ്നേഹം തന്നെയായിരുന്നു. നിന്റെ ഓരോ അണിപ്പഴുതുകളുടെയും ആഴം പറയുന്നത് ഞങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ, അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൻ്റെ ആഴം തന്നെയല്ലേ. വില കൊടുക്കാത്ത ബലിയല്ല. ദിവ്യരക്ഷിതാവേ, ഞങ്ങളുടെ ജീവിതവും ഒരു ബലിയാകണം. സ്നേഹത്തിൻ്റെ, സഹനത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ മനോഹരമായ ബലികൾ. ഈശോ മിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. ഈശോയായി എന്തുകൊണ്ട് നാം ലോകത്തെ രക്ഷിച്ചു. രണ്ട് കള്ളന്മാരുടെ നടുവിൽ അവിടുത്തെ അവർ കുരിശിൽ തറച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല കള്ളനെ ആശ്വസിപ്പിക്കുന്നു. മാതാവും മറ്റു സ്ത്രീകളും കരഞ്ഞുകൊണ്ട് കുരിശിൽ താഴെ നിന്നിരുന്നു. ഇതാ നിന്റെ മകൻ എന്ന അമ്മയോടും ഇതാ നിന്റെ അമ്മ എന്ന് യോഹന്നാനോടും അവിടുന്ന് അരുളി ചെയ്തു. 12 മണി സമയമായിരുന്നു. പെട്ടെന്ന് സൂര്യനിലുണ്ട്. 3 മണി വരെ ഭൂമിയിലെങ്ങും അന്ധകാരമായിരുന്നു. എൻ്റെ പിതാവേ, അങ്ങേ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നരുളി ചെയ്ത് അവിടുന്ന് മരിച്ചു. ദേവാലയത്തിന് തിരശ്ശീല നടുവേ കയറിപ്പോയി. ഭൂമി ഇളകി, പാറകൾ പിളർന്നു, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. ശതാധിപൻ ഇതെല്ലാം കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. കണ്ടു നിന്നിരുന്നവർ മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. സ്നേഹിച്ചിട്ടും കൊതി തീരാതെ ഒരു നിമിഷം പോലും ഞങ്ങളെ പിരിയാതിരിക്കാൻ കുർബാനയായി തീർന്ന ഈശോയെ, അങ്ങേ മിശിഹായുടെ മൃതദേഹം മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു. അന്ന് ഈശോയുടെ